അപ്പോൾ നമ്മുടെ കാൽക്കുലസിന്റെ യൂണിറ്റ് 2 ആണ്, അല്ലെങ്കിൽ മോഡ്യൂൾ 2 ആണ് എന്ത് പാർഷ്യൽ ഡെറിവേറ്റീവ്. അപ്പോൾ ഇതിൽ ചോദിക്കുന്ന മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്, വലിയ റിസ്ക് ഒന്നുമില്ല. അപ്പോൾ ഇതിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡിഫറൻസിയേഷൻ ആണ്, ശരിക്കുള്ള നമുക്കറിയാവുന്ന ഡിഫറൻസിയേഷൻ തന്നെയാണ്, പക്ഷെ അത് പാർഷ്യൽ ആണ്, പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കുന്നുണ്ട്, 2 മാർക്കിനും 3 മാർക്കിനും ചോദിക്കുന്നുണ്ട്, അതുപോലെ ടഫുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. ഡയറക്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ് കാണുന്നതാണ് ഒരു സെക്ഷൻ എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തെ ഇതിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഇതിന്റെ ഒരു അപ്ലിക്കേഷൻ ലെവലാണ്, അതായത് മാക്സിമ മിനിമ അല്ലെങ്കിൽ എക്സ്ട്രീം വാല്യൂസ് എന്ന് കാണിക്കും. മാക്സിമ മിനിമ കാണുന്നതാണ് രണ്ടാമത് ചെയ്യാനുള്ളത്. മൂന്നാമത് ചോദിക്കുന്നത് ഇതിന്റെ ഒരു ചെയിൻ റൂൾ ഉണ്ട്, ചെയിൻ റൂൾ എന്ന് പറഞ്ഞിട്ട് റൂൾ ഉപയോഗിച്ചുകൊണ്ട് ഡിഫറൻസിയേഷൻ ചെയ്യുന്നത്. ഈ 3 ക്വസ്റ്റ്യൻസും പഠിച്ചാൽ മതി, അതായത് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ചെയിൻ റൂളിന്റെ ക്വസ്റ്റ്യൻസ്, പിന്നെ മാക്സിമ മിനിമ. ഈ 3 ക്വസ്റ്റ്യൻസും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു യൂണിറ്റിൽ നിന്ന് വരുന്ന പാർട്ട്സ്, മറ്റേ വലിയ പാർട്ടില്ലേ, അതിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ആണ് എഴുതേണ്ടത്. ആ 2 ക്വസ്റ്റ്യനും അതുപോലെ സ്റ്റാർട്ടിങ്ങിൽ ബേസിക്കിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ചോദിക്കും, ആ 2 ക്വസ്റ്റ്യൻ, അങ്ങനെ 4 ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ മാക്സിമ മിനിമ, അതുപോലെ ചെയിൻ റൂള്, ദെൻ ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസ്, എന്താണ് ഡിഫറൻസിയേഷൻ എന്നുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇത്രയും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് 2 ക്വസ്റ്റ്യൻ സ്കോർ ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. പാർഷ്യൽ ഡെറിവേറ്റീവ്. അപ്പോൾ എന്താണ് നമ്മുടെ ഡിഫറൻസിയേഷൻ്റെ ഫോർമുലാസ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഏകദേശം ഒരു ഇത് എല്ലാവർക്കും അറിയാലോ, കുഴപ്പമില്ലല്ലോ. ഞാൻ ഡയറക്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവിലേക്ക് പോട്ടെ. ബേസിക് പറയണോ? ഡിഫറൻസിയേഷന് ബേസിക് ആയിട്ട് അറിയോ? ബേസിക്സ് അറിയോ? പോക്കാണോ ബേസിക് ഒക്കെ? ഓക്കെ, ബേസിക് എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. d/dx ഓഫ് k ഒരു കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ്. ഞാൻ വെക്ടർ പറഞ്ഞപ്പോൾ കുറെയൊക്കെ ബേസിക് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നേ. ഒരു കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 0 ആണ്. d/dx ഓഫ് x, എക്സിന്റെ ഡെറിവേറ്റീവ് എത്രയാണ്? 1 ആണ്. d/dx ഓഫ് x സ്ക്വയർ, x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എത്രയാ? 2x ആണ്. d/dx ഓഫ് x ക്യൂബ്, എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് എത്രയാണ്? 3x സ്ക്വയർ. ജനറൽ ആയിട്ട് പറഞ്ഞാൽ d/dx ഓഫ് x⁻n എന്ന് പറഞ്ഞാൽ എന്താണ്? n into x⁻n-1. d/dx ഓഫ് x⁻n എന്താണ്? n into x⁻n-1. അതുപോലെ എഴുതാ d/dx, പെട്ടെന്ന് എഴുതിയിരിക്കട്ടാ. d/dx ഓഫ് √x, √xന്റെ ഡെറിവേറ്റീവ് 1/2 √x. ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. d/dx ഓഫ് √x എത്രയാണ്? 1/2 √x. d/dx of 1/x, sorry, d/dx log x, log x ന്റെ ഡെറിവേറ്റീവ് 1/x ആണ്. d/dx of 1/x, 1/x ന്റെ ഡെറിവേറ്റീവ് എത്രയാണ്? -1/x സ്ക്വയർ. ഇത്രയും പെട്ടെന്ന് നോട്ട് ചെയ്തേ. ഒരെണ്ണം കൂടി ഉണ്ട്. d/dx of e⁻x, e⁻x ന്റെ ഡെറിവേറ്റീവ് e⁻x തന്നെയാണ്. വരാൻ ചാൻസ് ഉള്ളതാണ് ഇതൊക്കെ പറഞ്ഞത്. വരാൻ ചാൻസ് ഉള്ളത് മാത്രമല്ല, ഡിഫറൻസിയേഷൻ ഞാൻ പഠിപ്പിക്കുന്നില്ല. വരാൻ ചാൻസ് ഉള്ള പാർഷ്യൽ ഡെറിവേറ്റീവിൽ വരാൻ ചാൻസ് ഉള്ളത് മാത്രമേ പറയുന്നുള്ളൂ. ബേസിക് ആയിട്ട് കാര്യങ്ങളാണ്. ആണോ? വരുമെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഓക്കെ ആണോ? ഓക്കെ, രണ്ട് ഫോർമുല കൂടി പറഞ്ഞിട്ട് നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. കൂടുതലൊന്നും വരുന്നില്ല, അതിൽ ഇത്രയും വരുന്നുള്ളൂ. ട്രിഗണോമെട്രി അധികമൊന്നും വരുന്നില്ല. സൈൻ എക്സിന്റെ കോസ് എക്സിന്റെ സൈൻ എക്സ് അതറിയാലോ. d/dx പറയണോ? d/dx ഓഫ് സൈൻ എക്സ് ഈക്വൽ ടു കോസ് എക്സ്, d/dx ഓഫ് കോസ് എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്. മറ്റൊന്നും വരുന്നില്ല, അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ വെക്ടറിന്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവൻ നോട്ടൊന്ന് നോക്കിയാൽ മതി കേട്ടോ.
വെക്ടർ പഠിപ്പിച്ചപ്പോൾ ബാക്കി എല്ലാ ഫോർമുലാസും എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ വരാൻ ചാൻസ് ഉള്ള മെയിൻ ആയിട്ടൊരു സാധനം ഉണ്ട്, d/dx ഓഫ് tan ഇൻവേഴ്സ് എക്സ്. tan ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് 1/1 + x². അതുപോലെ d/dx ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ്. സൈൻ ഇൻവേഴ്സും ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത് രണ്ട് നോട്ട് ചെയ്യണേ, 1/√1 - x². ഓക്കെ, ഇത് രണ്ടും ഒന്ന് നോട്ട് ചെയ്തോളൂ. ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എടുത്തതാണ്. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം, കൂടുതലൊന്നും നികത്തുന്നില്ല. പാർഷ്യൽ ഡെറിവേറ്റീവ് പ്രത്യേകിച്ച് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഡൈവേർജൻസും ഗ്രേഡിയന്റും ഒക്കെ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. പാർഷ്യൽ ഡെറിവേറ്റീവ് എന്താണ്? എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വൈനെ കോൺസ്റ്റന്റ് ആയി കൺസിഡർ ചെയ്യുക, എക്സിനെ മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? കഴിഞ്ഞത് നമ്മൾ ഡയറക്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാണ്, കൂടുതലായിട്ട് നീട്ടുന്നൊന്നുമില്ല. ബേസിക് ഒക്കെ നമ്മൾ വെക്ടർ പഠിപ്പിച്ചതുകൊണ്ട് ഞാൻ ബാക്കിയൊന്നും പറയുന്നില്ല, കാരണം ബേസിക്കില് ഒരുപാട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്ത് കഴിഞ്ഞതാണ്. അതായത് വെക്ടറിന്റെ ഗ്രേഡിയന്റും അതുപോലെ തന്നെ ഡൈവേർജൻസും കേളും കണ്ടുപിടിച്ചപ്പോൾ നമ്മൾ അതിലെ പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്തതാണ് കേട്ടോ. അത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ ഫംഗ്ഷൻ ഉണ്ടല്ലോ, z = f(x, y). എക്സിലും വൈയിലുമുള്ള ഫംഗ്ഷൻ ആയിരിക്കും. z വരില്ല, z ഉണ്ടാകും. z ഈസ് എ ഫംഗ്ഷൻ ഓഫ് xy എന്നാണ്. z എന്ന് വിളിക്കുന്നത് ഇവിടെ എക്സിലും വൈയിലുമുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കണേ, അങ്ങനെയാണെങ്കിൽ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ∂z/∂x ചെയ്യുകയാണെങ്കിൽ, സിമ്പിൾ മനസ്സിലായല്ലോ, ഡോ മനസ്സിലായല്ലോ. ഡി എഴുതുന്നത് ഈ വാലൊന്ന് നീട്ടാം, ഇതാണ് ഡോ ട്ടാ. ഓക്കെ, അപ്പൊ ∂z/∂x എന്ന് ഡിനോട്ട് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ഈ ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സില് പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യുക എന്നാണ് മീനിങ്. എന്താണ് മീനിങ്? തന്നിരിക്കുന്ന ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സില് പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യുക. അതായത് എക്സിന്റെ ടേമിനെ മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്യുക. y ഈസ് ടേക്കൺ ആസ് എ കോൺസ്റ്റന്റ്. വൈനെ എന്തായിട്ട് എടുക്കുക? ഒരു കോൺസ്റ്റന്റ് ആയി കൺസിഡർ ചെയ്യുക. അപ്പൊ ∂z/∂x ചെയ്യുമ്പോൾ എഫിന് ഡെറിവേറ്റീവ് പറയുന്നത് ∂f/∂x എന്നാണ്. അതിനൊരു സിമ്പിൾ ഉണ്ട്, എഫ് എഴുതിയിട്ട് താഴെ എന്ത് എഴുതും? എക്സ് എന്ന് ഡിനോട്ട് ചെയ്യും. എഫ് എഴുതിയിട്ട് താഴെ ചെറുതായിട്ട് എന്ത് എഴുതും? എക്സ് എന്ന് ഡിനോട്ട് ചെയ്യും. അതിപ്പോ ∂z/∂y ആയാലോ, ∂y ആയാലോ, ∂f/∂y എന്നാണ് വിളിക്കുക. എഫ് എഴുതിയിട്ട് താഴെ y എന്ന് ഡിനോട്ട് ചെയ്യും. ക്ലിയർ ആയോ? ∂f/∂y എന്താ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിള്? എഫ് എഴുതിയിട്ട് താഴെ y എന്ന് ഡിനോട്ട് ചെയ്യും. ഇതിപ്പോ ∂2f/∂x² എന്ന് പറഞ്ഞാലോ, എഫിനെ രണ്ട് പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ആദ്യം ഒരിക്കൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ആ കിട്ടിയ ആൻസറിനെ ഒരിക്കൽ കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അതിന്റെ സിമ്പിൾ എന്താ അറിയോ? എഫ് ഇട്ടിട്ട് 2x അങ്ങനെ അടുത്തടുത്ത് എഴുതും. ഓക്കെ ആണോ? ∂2f/∂y² എന്ന് പറഞ്ഞാലോ, ∂2f/∂y² എന്ന് പറഞ്ഞാലോ, എഫ് എഴുതിയിട്ട് y എന്ന് എഴുതാം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആദ്യം ∂f/∂y കിട്ടിയ ആൻസറിനെ വീണ്ടും ∂f/∂y ചെയ്യാം. അപ്പൊ ഇത് കിട്ടും കേട്ടോ. മനസ്സിലായോ? ആദ്യം ഒരിക്കൽ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ അതിനെ fx, അതിനെ വീണ്ടും എക്സിൽ തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്താലോ അതിനെ fxx എന്ന് വിളിക്കുന്നു. പിന്നെ fy, ഒരിക്കൽ y ഡിഫറൻഷിയേറ്റ് ചെയ്താൽ y, വീണ്ടും y തന്നെ ചെയ്യണമെങ്കിലോ അതിനെ fyy എന്ന് വിളിക്കുന്നു. ഓക്കെയാണ് പറഞ്ഞത്? സിമ്പിളുകളാണ്. ക്വസ്റ്റ്യൻ ഫൈൻഡ് ഇങ്ങനെയായിരിക്കും ചോദിക്കുക, അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്വസ്റ്റ്യൻ മാത്രമേ ചെയ്യുന്നുള്ളൂ, കൂടുതൽ എക്സ്ട്രാ ഒന്നും ചെയ്യുന്നില്ല. ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത് മാത്രമാണ് നോക്കി പോണത്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും ചോദിക്കുന്നതാണ് ∂2f/∂x/∂y എന്ന് ചോദിക്കും. ഇതെന്താണെന്നറിയോ? അതായത് ഒരിക്കൽ ∂f/∂x ചെയ്ത ആൻസർ അതിനെ വീണ്ടും വൈയിൽ ചെയ്യുക, അല്ലെങ്കിൽ തിരിച്ചായാലും കുഴപ്പമില്ല. മനസ്സിലായി? തിരിച്ചായാലും കുഴപ്പമില്ല. ആദ്യം വൈയിൽ ചെയ്ത ആൻസറിനെ എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് fxy എന്ന് വിളിക്കുക. അത് എന്ത് തന്നെയാണ്? fyxും സെയിം തന്നെയാണ്. ∂2f/∂y/∂x ഇത് രണ്ടും സെയിം ആണ് കേട്ടോ. ആദ്യം ഒരു ഫംഗ്ഷനെ എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് അതിനെ വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതും, ആദ്യം വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് രണ്ടാമത് എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതും സെയിം ആണ്. ഓക്കെ, ഇത് ഒരു ക്വസ്റ്റ്യൻ മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നതാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യാൻ ചോദിക്കും കേട്ടോ.
ഇനി ക്വസ്റ്റ്യൻ ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെ ചെയ്യാം. പറയട്ടെ. ക്വസ്റ്റ്യൻ പ്രിന്റിങ്ങിലൊക്കെ വ്യത്യാസമുണ്ട്. എഫ് ഇസഡ് എന്നൊക്കെ അങ്ങോട്ട് മാറി തരിക. അതൊന്നും പേടിക്കണ്ടേ. പ്രിന്റിങ് മിസ്റ്റേക്ക് അതൊന്നും പറയരുത്. ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ വേണം കേട്ടോ. ഞാൻ ഇപ്പോൾ പറയുന്ന ക്വസ്റ്റ്യൻ ഡിസംബർ 2016 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതിൽ പ്രിന്റിങ്ങിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. പക്ഷെ അതൊന്നും കണക്കാക്കണ്ട കേട്ടോ. ഓക്കെ, എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എത്ര മാർക്ക്? 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം മാക്സിമം 5 മാർക്കേ ഉള്ളൂ. അതുകൊണ്ട് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണിത്. ക്വസ്റ്റ്യൻ ആണ് പ്രൂവ് ദാറ്റ് അവർ തന്നേക്കുന്നത് എങ്ങനെയാണ്? പ്രൂവ് ദാറ്റ് ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് ഡോ വൈ ഈക്വൽ ടു ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ വൈ ഡോ എക്സ്. നമ്മളിപ്പോൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇല്ലേ, അത് പ്രൂവ് ദാറ്റ് ചോദിച്ചേക്കാണ്. വേർ എഫ് തന്നിട്ടുണ്ട്. അതിൽ ഇസഡ് ഈക്വൽ ടു എന്ന് പറഞ്ഞതിനെ വരാവില്ല. എഫ് ഈക്വൽ ടു പറഞ്ഞ എഫ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വൈ. അവരെന്താ തന്നേക്കുന്നത്? എഫ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വൈ. ശരിക്ക് ഇസഡ് ഈക്വൽ ടു എന്നാണ് തരേണ്ടിയിരുന്നത്. അത് എഫ് ഈക്വൽ ടു തന്നു. അത് വെച്ചിട്ട് നിങ്ങൾ അത് തെറ്റാണെന്നൊന്നും പറയരുത്. ക്വസ്റ്റ്യൻ തെറ്റാണെന്നൊന്നും പറയരുത്. കാരണം ചെറിയ മിസ്റ്റേക്കാണ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മിസ്റ്റേക്കാണ്. ഓക്കെ ആണല്ലോ. എന്താണ് തന്നേക്കുന്നത്? ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ ഇത് രണ്ടും ശരിയാണെന്ന് തെളിയിക്കാൻ, ഞാൻ നേരത്തെ പറഞ്ഞത് അത് രണ്ടും ശരിയാണെന്ന് പറഞ്ഞു അല്ലേ, അത് രണ്ടും ശരിയാണെന്ന് പറയാനാണ് ചോദിക്കുന്നത് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് തുടങ്ങാം. കുഴപ്പമില്ലല്ലോ. അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത് അറിയോ? ഗിവൺ എടുത്തെഴുതാണ്. ഗിവൺ എഫ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വൈ. നമ്മൾ എന്ത് ചെയ്യുന്നു? തൽക്കാലം ഞാൻ ഡോ എഫ് ബൈ ഡോ എക്സ് കൊടുക്കുന്നു. ഡോ എഫ് ബൈ ഡോ എക്സ് ചെയ്യുന്നു. എന്താണ് ചെയ്യുന്നത്? ഞാൻ ഡോ എഫ് ബൈ ഡോ എക്സ് ചെയ്തു. വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഇതിനെ നമ്മുടെ സെന്റൻസ് എഴുതണോ? ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എത്ര? 2x ഇൻറ്റു വൈ. അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? ഡോ എഫ് ബൈ, വേണ്ട, ഡോ എഫ് ബൈ ഡോ എക്സിന്റെ വാല്യൂ എത്ര കിട്ടി? 2xy എന്ന് കിട്ടി. ആ കിട്ടിയ ആൻസറിനെ വീണ്ടും വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തു. മനസ്സിലാക്കണേ, ഈ കിട്ടിയ ആൻസറിനെ ആദ്യം നമ്മൾ എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തു. ആ കിട്ടിയതിനെ വീണ്ടും വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പൊ ഡിഫറൻഷിയേറ്റിംഗ് അഗെയിൻ വിത്ത് റെസ്പെക്ട് ടു വൈ. അപ്പൊ അതിന്റെ സിമ്പിൾ ആണ് പറയുന്നത് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ എന്ന്. അത് സോറി, രണ്ടാമത് വൈ അല്ലേ. അപ്പൊ ഡോ സ്ക്വയർ എഫ് ബൈ ആദ്യം ഡോ എക്സ് ഉണ്ടായിരുന്ന ഡോ വൈ ഡോ എക്സ് കേട്ടോ, ഇങ്ങനെയാണ് വരിക. ഡോ വൈ ഡോ എക്സ് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന. വൈയുടെ ഡെറിവേറ്റീവ് 1 അല്ലേ. അപ്പൊ എങ്ങനെ എഴുതാം നമുക്ക്? 2x ഇൻറ്റു 1 ഈക്വൽ ടു 2x. അതവിടെ കിടക്കട്ടെ. ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ നല്ലതാണ്. ആദ്യം എഫ് എടുത്ത് എഴുതി. എഫ് ഈക്വൽ ടു എന്താണ്? എക്സ് സ്ക്വയർ. ഇനി തിരിച്ച് ചെയ്യാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു വൈ. അപ്പോൾ ഡോ എഫ് ബൈ ഡോ വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻറ്റു 1 ഈക്വൽ ടു എക്സ് സ്ക്വയർ. അതിനെ വീണ്ടും എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അതിനെ വീണ്ടും വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പൊ എന്താ വരിക? ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ ഈക്വൽ ടു എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ? 2x. ഇത് രണ്ടും സെയിം അല്ലേ? സെയിം ആവും. ആയില്ലെങ്കിൽ നമ്മൾ ചെയ്ത് തെറ്റാണ് ചാൻസ് ഉള്ളൂ. ഇത് രണ്ടും എന്താണ്? സെയിം ആണ്. therefore എഴുതാ. therefore ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ ഈക്വൽ ടു ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സ് കേട്ടോ. 3 മാർക്കാണ്. 3 മാർക്ക് നമുക്ക് കിട്ടി. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം.
ബേസിക്കിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. മനസ്സിലായെന്ന് വിചാരിക്കുന്ന, വലിയ റിസ്ക് ഒന്നുമില്ല, സിമ്പിളായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. സിമ്പിൾ ഡിഫറൻസിയേഷൻ ആണ്. ബേസിക് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഈ ബേസിക്കിൽ മാത്രം 2 ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ വെച്ച് നോക്കാം. ഓക്കെ, ഇതൊരു ക്വസ്റ്റ്യനാണ്. ഇത് ജൂൺ 2016 ചോദിച്ച ക്വസ്റ്റ്യനാണ്. If f of xy equal to x square y cube plus x raised to 4 into y. എന്താണ്? x square y cube plus x raised to 4 into y. Find f ഇട്ടിട്ട് താഴെ സഫിക്സിൽ xy. f ഇട്ടിട്ട് താഴെ സഫിക്സിൽ xy. അപ്പോൾ അവരെന്താ പറഞ്ഞേക്കുന്നത്? എഫ് എക്സ് വൈ കാണാനാണ്. ഇപ്പൊ പറഞ്ഞ സെയിം സാധനം തന്നെയാണ്. എന്താണ് എഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ? ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ കാണാം. ഇപ്പൊ പറഞ്ഞ സെയിം സാധനം കാണാനാണ് ക്വസ്റ്റ്യൻ. ആദ്യം വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, പിന്നെ എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. തിരിച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. മനസ്സിലായോ? അപ്പൊ ഇപ്പൊ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് അവിടെയും ചോദിച്ചേക്കണത്. അപ്പൊ നമുക്ക് എടുത്ത് എഴുതാം. എഫ് ഓഫ് എക്സ് വൈ എടുത്ത് എഴുതാം. അവിടെ താഴെ എഴുതാം ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു വൈ. ആദ്യം വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പൊ എഫ് വൈ. മനസ്സിലായോ? അപ്പൊ എന്താണ് സിമ്പിള്? എഫ് വൈ. ആദ്യം എന്തായാലും കുഴപ്പമില്ല. എഫ് വൈ വിത്ത് റെസ്പെക്ട് എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? വൈയിലാണ് അല്ലേ? എക്സ് സ്ക്വയർ ഇൻറ്റു വൈ ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3y സ്ക്വയർ പ്ലസ് എക്സ് റേസ്റ്റ് 4 ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് 1. ഒന്ന് നീറ്റായിട്ട് എഴുതുമ്പോൾ 3x സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് എക്സ് റേസ്റ്റ് 4. അവിടെ ഡിഫറൻഷിയേറ്റിംഗ് അഗെയിൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്. ആദ്യം വൈയിൽ ചെയ്തെങ്കിൽ പിന്നീട് എക്സിൽ ചെയ്യാം. അതിപ്പോൾ ഓർഡർ മാറി ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? എഫ് എക്സ് വൈ ഇക്വൽ ടു കിട്ടി. എക്സിലാണ് 3 ഇൻറ്റു എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എഴുതി 2x വൈ റേസ്റ്റ് അങ്ങനെ എഴുതി പ്ലസ് എക്സ് റേസ്റ്റ് 4ന്റെ 4x ക്യൂബ്. നീറ്റായിട്ട് എഴുതുമ്പോൾ 6x വൈ സ്ക്വയർ പ്ലസ് 4x ക്യൂബ്. ഇത്രയേ ഉള്ളൂ. എക്സാമിന് ചോദിച്ച 3 മാർക്കാണ്. അപ്പോൾ 3 മാർക്ക് ഓക്കെയല്ലോ? ചെയ്ത് മനസ്സിലായോ? ആർക്കെങ്കിലും ഡൗട്ട് ഒന്നുണ്ടോ? എഴുതാ. ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എഫ് ഓഫ് എക്സ് വൈ. ആ വർഷം തന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് വൈ പ്ലസ് 5y. Find the rate of change of f of xy equal to x e raised to minus y plus 5y with respect to x. With respect to x at the point 4,0. At the point 4,0. Question എന്താണ്? Find the rate of change of x. Rate of change of f of xy with respect to x. തന്നിരിക്കുന്ന ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ റേറ്റ് ഓഫ് ചേഞ്ച് കാണുക എന്ന് പറഞ്ഞാൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്നാണ് കേട്ടോ. ഓക്കെ, ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിന് വേറെ പേരാണ്, ഡിഫറൻഷിയേഷന്റെ ഡെഫിനിഷൻ ആണ് എന്ത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇവിടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? ഡോ എഫ് ബൈ ഡോ എക്സ് കാണുക എന്നാണ് കേട്ടോ. അത് ഡോ ആണെന്ന് മനസ്സിലാക്കാൻ കാരണം താഴെ ഒരു സെന്റൻസ് കൂടി ഉണ്ട്. അറ്റ് ദി പോയിന്റ് 4,0 കോമൺ ഇട്ട് എഴുതാം. വിത്ത് വൈ ഹെൽഡ് ഫിക്സ്ഡ്. വിത്ത് വൈ ഹെൽഡ് HELD വൈ ഹെൽഡ് ഫിക്സ്ഡ്. വൈനെ ഫിക്സ് ചെയ്ത് നിർത്തുക. അതിന്റെ മീനിങ് എന്താണ്? വിത്ത് റെസ്പെക്ട് ടു എക്സില് പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യുക എന്നാണ് മീനിങ്. ഓക്കെ ആണോ? തിയറി മനസ്സിലായോ? വിത്ത് റെസ്പെക്ട് ടു എക്സില് പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യുക എന്നാണ് മീനിങ്. ഓക്കെ,
നമുക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദി റേറ്റ് ഓഫ് ചേഞ്ച്. താഴെ വേണമെങ്കിൽ എഴുതാം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ഡോ എഫ് ബൈ ഡോ എക്സ്. ഡോ എഫ് ബൈ ഡോ എക്സ് കണ്ടോളൂ. എന്താ ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന ഇക്വേഷന് വിത്ത് റെസ്പെക്ട് ടു എക്സില് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എക്സില് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. വിത്ത് വൈ ഫിക്സ്ഡ് എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? വൈനെ കോൺസ്റ്റന്റ് ആക്കുക. ഓക്കെ, പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യുക. എക്സിന്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് വൈ പ്ലസ് അടുത്ത ടേമില് എന്തുണ്ടോ? അടുത്ത ടേമില് എക്സ് ഉണ്ടോ? എക്സ് ഇല്ല. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് എത്രയാണ്? 0. അപ്പൊ ഈക്വൽ ടു എത്രയാണ്? ഇ റൈസ് ടു മൈനസ് വൈ എന്നാണ്. അറ്റ് 4,0 എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അറ്റ് 4,0 എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? ഇപ്പൊ കിട്ടിയ ആൻസറില് ശ്രദ്ധിക്കണേ, ഇപ്പൊ കിട്ടിയ ആൻസറില് എക്സിന് പകരം എന്ത് ചെയ്യണം? എക്സിന് പകരം 4ഉം വൈക്ക് പകരം 0യും കൊടുക്കാനാണ് ഇത് ഉദ്ദേശിച്ചത്. അറ്റ് എന്നുള്ള പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എക്സിന് പകരം 4ഉം വൈക്ക് 0യും കൊടുക്കുക എന്നാണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം നമുക്ക്? ഇ റേസ് ടു മൈനസ് എക്സ് ഇല്ലാത്തത് കൊണ്ട് വൈക്ക് മാത്രം കൊടുത്തു. ഇ റേസ് ടു 0 എന്ന് വിളിക്കുന്നത് എത്രയാണ്? 1 ആണ്. 3 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഡോ എഫ് ബൈ ഡോ എക്സ് കാണാം. അതിൽ ഈ പോയിന്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ അത് കിട്ടും. നമുക്ക് 1 എന്ന് കിട്ടും. ഓക്കെ ആണോ? എക്സാം ചോദിച്ചതാണ്. അതായത് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആണെന്നാണ് ഞാൻ പറഞ്ഞു വന്നത് കേട്ടോ. 3 മാർക്കിന് പാർട്ട് എയിൽ ചോദിക്കുന്ന 2 ക്വസ്റ്റ്യൻസും ചിലപ്പോൾ 2 ചോദിക്കും, ചിലപ്പോൾ 1 ചോദിക്കുന്നത്. അത് രണ്ടും സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ ആണല്ലോ? കുഴപ്പമില്ലല്ലോ? സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഞാൻ തരാം. നിങ്ങൾ തനിയെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾ തനിയെ ചെയ്യണേ. ക്വസ്റ്റ്യൻ കാൽക്കുലസ് ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് ഇപ്രാവശ്യം ചോദിക്കുമെന്ന് എൻ്റെ ഒരു മനസ്സിങ്ങനെ പറയാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഫൈൻഡ്, ആ ടെക്സ്റ്റ് ബുക്കിലെ ഒരേ ഒരു എക്സാമ്പിളേ ഒരു കാണിച്ചിട്ടുള്ളൂ. സോൾവഡ് എക്സാമ്പിൾ ആയിട്ട് ഒന്നേ കാണിച്ചിട്ടുള്ളൂ. ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് എഫ് എക്സ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് എഫ് വൈ ഓഫ് എക്സ് വൈ, എഫ് എക്സ് ഓഫ് എക്സ് വൈയും അതുപോലെ എഫ് ഐ ഓഫ് എക്സ് വൈയും ചോദിച്ചിട്ടുണ്ട്. ഫോർ ദി ഫംഗ്ഷൻ f of xy equal to 2x cube y square plus 2y plus 4x and അതിനുശേഷം and hence evaluate അതിനുശേഷം നമുക്കൊരു വാല്യൂ കാണാൻ പറഞ്ഞിട്ടുണ്ട്. എഫ് എക്സ് ഓഫ് 1,3 എഫ് എക്സ് കണ്ടുപിടിച്ചിട്ട് അതിൽ 1,3 ഇട്ട് കൊടുക്കുക. അതുപോലെ എഫ് വൈ ഓഫ് 1,3യും കൊടുക്കുക. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ആ ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്യണം? പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എഫ് എക്സ് കണ്ടുപിടിക്കുക എന്നാണ്. അതിന്റെ ബ്രാക്കറ്റിൽ അവർ സിമ്പിൾ ആയിട്ട് എക്സ് വൈ എന്ന് കൊടുത്തെന്നുള്ളൂ കേട്ടോ. എഫ് എക്സ് ഓഫ് എക്സ് വൈ എന്ന് കൊടുത്തെന്നുള്ളൂ. ആ കണ്ടുപിടിച്ചതിന് ശേഷം അതിനുശേഷം ആ കിട്ടിയ ആൻസറിലെ എക്സിന് 1ഉം വൈക്ക് 3യും കൊടുക്കുക. അതാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? എഫ് ഓഫ് എക്സ് വൈ തന്നിട്ടുണ്ട്. നമ്മളോട് എഫ് എക്സ് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് കാണാനും പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ കാണാനും എന്നാണ്. ഒന്നുകൂടി ഒന്ന് പറയാമോ? ഓക്കെ, ക്വസ്റ്റ്യൻ പറയാം. ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ എത്രയാണ് തന്നിട്ടുള്ളത്? ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യാം, അത് നല്ലത്. എന്താ ചെയ്യുന്നത്? ക്വസ്റ്റ്യനിലെ എഫ് ഓഫ് എക്സ് വൈ തന്നിട്ടുണ്ട്. അതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിന്റെ ഡെറിവേറ്റീവ് കാണാം, വിത്ത് റെസ്പെക്ട് ടു വൈയുടെ ഡെറിവേറ്റീവ് കാണാം. ചോദിച്ച രീതി ഒന്ന് മാറിയെന്നുള്ളൂ. ഓക്കെ, അതായത് എഫ് എക്സ് ഓഫ് എക്സ് വൈനെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുക. ഇതിൽ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. 2 ഇൻറ്റു എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്താ?
3x² y² പ്ലസ് ഇതിൽ എക്സ് ഇല്ലല്ലോ, 2y ഡെറിവേറ്റീവ് എന്താ 0 പ്ലസ് 4 ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് എത്രയാ 1. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി 6x² y² പ്ലസ് 4 എന്ന് കിട്ടി. ഇതെന്താണ് fx ഓഫ് xy എന്നാണ് അവര് പറഞ്ഞേക്കുന്നത്. അതിനുശേഷം fx ഓഫ് 1,3 കണ്ടുപിടിക്കുക എന്നാണ്. ഈ ആൻസറില് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച ഡിഫറൻഷിയേറ്റ് ചെയ്ത ആൻസർ അല്ലേ, ആ ആൻസറിനെ എക്സിന് പകരം 1ഉം വൈക്ക് പകരം 3ഉം കൊടുക്കുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് കൺഫ്യൂഷൻ ആവുന്നൊന്നുമില്ല. 6 ഇൻറ്റു 1² ഇൻറ്റു 3² പ്ലസ് 4 6 ഇൻറ്റു 1 ഇൻറ്റു 9 പ്ലസ് 4 9 6 54 പ്ലസ് 4 58 വരും അല്ലേ. 9 ഇൻറ്റു 6 54 അല്ലേ, 54 പ്ലസ് 4 58. അതേപോലെ അപ്പുറത്ത് എന്ത് ചെയ്യുന്നു, fi ഓഫ് xy കാണുക. ഇതിനെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ചെയ്യുക. അപ്പോൾ വൈയുടെ ടൈമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. 2x³ മാറ്റി നിർത്തി y² ഡെറിവേറ്റീവ് 2y, y² ഡെറിവേറ്റീവ് 2y പ്ലസ് 2 ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് 1, അപ്പുറത്ത് y ഇല്ല, അതിന്റെ ഡെറിവേറ്റീവ് 0. അപ്പൊ നമുക്ക് ആൻസർ കിട്ടുന്നത് 4x³ y പ്ലസ് 2 എന്ന് കിട്ടി. അതിലെ fi ഓഫ് 1,3 കാണാനാണ് അവർ പറഞ്ഞേക്കുന്നത്. ആ കിട്ടിയ ആൻസറില് എക്സിന് പകരം 1ഉം വൈക്ക് പകരം 3ഉം കൊടുക്കുക. അപ്പൊ എന്ത് വരാ 4 ഇൻറ്റു 1³ ഇൻറ്റു 3 പ്ലസ് 2 ദാറ്റ് ഈസ് 4 ഇൻറ്റു 1 ഇൻറ്റു 3 പ്ലസ് 2 4 3 12 12 2 14 കേട്ടോ. ഇത്രയാണ് കാൽക്കുലേഷൻ്റെ ടെക്സ്റ്റ് ബുക്കിലുള്ള സോൾവഡ് എക്സാമ്പിൾ ആണ്. ആകെ ഒരേ എക്സാമ്പിൾ തന്നെ സ്റ്റാർട്ടിങ്ങിൽ ബേസിക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്.